മോർണിംഗ് എവരിവൺ, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു തിരിച്ചു വരാനുള്ള സമയമായിരിക്കുന്നു അല്ലേ. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. യുദ്ധങ്ങളെ പറ്റിയുള്ള റൂമേഴ്സും ഒരുപാട് കാര്യങ്ങൾ അല്ലെ, പെസ്റ്റിലൻസും, അങ്ങനെ പല കാര്യങ്ങളും കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് ചുരുക്കം. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് നമ്മളെ തന്നെ പരിശുദ്ധരാക്കി അല്ലെ, ബ്ലെയിംലെസ് ആക്കി, വിശുദ്ധിയുള്ളവരാക്കി വെക്കുക തന്നെ ചെയ്യണം. കാരണം യേശുക്രിസ്തു വരുന്നത് പണ്ടത്തെ പോലെ പാപികൾക്ക് വേണ്ടിയല്ല വരുന്നത് അല്ലെ. നമ്മളെ എന്താ പറയുക, ബ്രൈഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ലെ. അത് ഗ്ലോറിയസ് ആയിട്ടുള്ള തന്റെ മണവാട്ടിയായിട്ടുള്ള ചർച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഗ്ലോറിയസ് ആയിട്ടുള്ള ബ്രൈഡായിട്ട് തന്നെ നമ്മൾ ഇരിക്കണം അല്ലെ. നമ്മൾ വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. അപ്പൊ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് പോൾ വഴി ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അംഗീകരിക്കുന്നവരായിരിക്കണം അല്ലെ. അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നമ്മളുടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ബ്ലെയിംലെസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വരവിനായിട്ട് നമ്മൾ ഒരുക്കുന്നതായിരിക്കും അത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയുള്ള ഒരു ജീവിതം, മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾക്ക് അംഗീകരിക്കാം, മികച്ചതായിട്ടുള്ള ഒരു ജീവൻ നമുക്ക് നയിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറഞ്ഞു. യേശു അങ്ങ് വരുന്നു, ഞങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ട്. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങയുടെ വചനം വായിക്കുമ്പോൾ കർത്താവ് മനസ്സിലാക്കാൻ വേണ്ടി, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഉള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങ് ഞങ്ങളുടെ ടീച്ചറാകുന്നു, ഞങ്ങളുടെ വഴികാട്ടിയാണ്. ഞങ്ങൾക്ക് വഴികാട്ടി തന്നെ നന്ദി പറയുന്നു. എല്ലാ സത്യത്തിലേക്കും ഞങ്ങൾ നയിക്കുന്നത് നന്ദി പറയുന്നു. പിതാവേ, അങ്ങേക്കായിട്ടോ അങ്ങയുടെ മകനായിട്ട് അങ്ങയുടെ ഹോളി സ്പിരിറ്റാണ് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 8 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഫിലിപ്പിയർക്ക് ഇത് ലേഖനത്തിന്റെ 1ാമത്തെ ചാപ്റ്ററിന്റെ 8 തൊട്ട് 11 വരെ. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്ന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിപ്പാറാക്കണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഫിലിപ്പിയർക്ക് പോൾ എഴുതിയതാണ്. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതിയത്. അപ്പൊ ഫിലിപ്പിയരെ പറ്റി പറയുമ്പോൾ നല്ലൊരു ചർച്ചായിരുന്നു അവര്. പോളിന്റെ ഒപ്പം തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് അല്ലെ, ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് ഗോസ്പൽ ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെ, പോളിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ കാരാഗൃഹത്തിൽ കിടക്കുന്ന പോളിനും തൻ്റെ കഷ്ടപ്പാടിലും അവരും പാർട്ട്നേഴ്സ് ആണ് എന്നൊക്കെ വരെ തോന്നലാണ് അല്ലെ. അങ്ങനെയൊക്കെ തന്നെയാണ് പോള് പറയുന്നത്. കാരണം ഇവരോടുള്ള സ്നേഹം, പോളിനുള്ള സ്നേഹം വളരെ അധികമാണ്. കാരണം ഇവര് വളരെ നല്ലൊരു ചർച്ചാണ്. പക്ഷെ കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി ഒന്നും പോൾ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. കൊരിന്ത്യൻ ചർച്ചിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ പോള് ഫിലിപ്പിയർക്ക് എഴുതിയ ചർച്ചിനോട്, ഫിലിപ്പിയൻ ചർച്ചിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പോളിന് വളരെയധികം സ്നേഹമാണ് അവരോട് അല്ലെ. അപ്പൊ അവരെ പറ്റി പറയുവാണ്, ദൈവത്തിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരണം അല്ലെ. അപ്പൊ നിങ്ങളുടെ സ്നേഹം വളരെ അധികമായിരിക്കും. നിങ്ങൾ ഇപ്പൊ കുറച്ച് സ്നേഹമുണ്ട് നിങ്ങൾക്ക് അല്ലെ, കുഴപ്പമില്ലാത്ത സ്നേഹമുണ്ട് ഇപ്പൊ. പക്ഷെ അത്രയും പോരാ, ഇനി അതിലും നിങ്ങൾ വളരണം അല്ലെ. അതാണ് പോള് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിൽ വളരണം. അത് തന്നെ മാത്രം പോരാ, പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർധനം ഉണ്ടാവണം അല്ലെ. അപ്പൊ സ്നേഹത്തിൽ മാത്രം വർധനം ഉണ്ടായിട്ട് കാര്യമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു ബുദ്ധിയില്ല, വിവേകമില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും അല്ലെ. സ്നേഹം അത് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യും നമ്മുടെ സ്നേഹത്തെ. അപ്പൊ അങ്ങനെ ആയിരിക്കരുതെന്നാണ് പോൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ വളരണം, യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ വളരണം, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരണം. അതോടുകൂടി തന്നെ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. നിങ്ങൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേപിപ്പാന്മാരാകണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിങ്ങളായിരിക്കും എന്ന്. ഭേദാഭേദങ്ങൾ എന്നിവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം കിങ് ജെയിംസ് വേർഷനൊക്കെ എടുത്ത് വായിക്കുമ്പോൾ, ന്യൂ കിങ് ജെയിംസ് വേർഷനൊക്കെ എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നിങ്ങൾ എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് വിവേചിച്ചറിയാൻ, അത് സ്വീകരിക്കാൻ, അപ്രൂവ് ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം. നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ വളർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പരിജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നിട്ട് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്രൂവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇടർച്ചയില്ലാത്തവരായിട്ടും എന്താ പറയുക, നിർമ്മലരായിരിക്കും യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട്. യേശുവിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരും ആയിരിക്കും എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൂവ് ചെയ്യുന്നവർ ആയിരിക്കണം. അതിന് വിവേകമുള്ളവരായിരിക്കണം, വിജ്ഞാനമുള്ളവരായിരിക്കും. അപ്പൊ നമുക്കറിയാം, സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം അത് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിവേകത്തിനായിട്ട്, വിജ്ഞാനത്തിനായിട്ട് നിങ്ങൾ ശബ്ദം ഉയർത്തണം, നിങ്ങൾ കരയണം ദൈവത്തിലേക്ക് അല്ലെ, ഡിസൈൻമെന്റിനായിട്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അല്ലെ. അപ്പോൾ ഇവിടെ പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ വഴിയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർ വരും, പലരെ നമ്മൾ കണ്ടുമുട്ടും, പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ അതെല്ലാം നമ്മൾ എന്താ പറയുക, സ്വീകരിച്ചുകൊണ്ടും അതിനെല്ലാം അപ്രൂവ് ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകരുത് അല്ലെ. നമ്മൾ ഏതാണ് എക്സലന്റ് ആയിട്ടുള്ള, മികച്ചത്, ദ ബെസ്റ്റ്, അത് മാത്രമേ നമ്മൾ അപ്രൂവ് ചെയ്യാൻ പോകാവൂ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ പേരിന് എന്താ പറയുക, ഒരു മഹിമ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജീവിതം മാത്രമേ നമ്മൾ ജീവിക്കാവുള്ളൂ എന്നാ പറഞ്ഞു. ഇതേ എന്താ പറയുക, ഫിലിപ്പിയർക്ക് ലേഖനം 1-ാമത്തെ ചാപ്റ്റർ തന്നെ, ഇതേ ചാപ്റ്റർ തന്നെ 27-ാമത്തെ വാക്കിലേക്കും വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്നു എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാത്ത ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണമുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കും. വേർതി ഓഫ് ഹിസ് കോളിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കൊളോസ്യക്കെഴുതിയ ലേഖനത്തിൽ, ഇപ്പൊ കൊളോസസിലുള്ള ചർച്ച് പോളല്ല ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ കൊളോസ്യരെ പറ്റി പോളിന് വളരെയധികം മതിപ്പാണ് അല്ലെ. അപ്പൊ അവരെ പറ്റി അറിഞ്ഞ സമയത്ത് തന്നെ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊളോസ്യക്കെഴുതിയ ലേഖനം 1-ാമത്തെ ചാപ്റ്ററിന്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റുക. അവിടെയും കൊളോസ്യർക്ക് വേണ്ടി പോൾ പ്രാർത്ഥിക്കണം. ഫിലിപ്പർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ തന്നെ പോൾ ഇവിടെയും പ്രാർത്ഥിക്കുന്നു. എഫേസ്യർക്ക് ലേഖനത്തിൽ നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ പ്രാർത്ഥനയാണ്. എഫേസ്യർക്ക് ലേഖനത്തിൽ പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് കർത്താവിന് യോഗ്യമായ വണ്ണമുള്ള ഒരു ജീവൻ നിങ്ങൾ നയിക്കണം. കൊളോസ്യർക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവും വണ്ണം നടന്നു ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് ഞാൻ സകല പ്രവൃത്തിയാലും ഫലം കാഴ്ച ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്നും 13 വായിക്കുക. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന്റെ അവകാശത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പൊ നേരത്തെ ഒരു 10-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുക, ദൈവത്തിന് കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുന്നവരായിരിക്കണം നമ്മൾ. എഫേസ്യർക്ക് ലേഖനത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക, കർത്താവിന് യോഗ്യമാകും വണ്ണം അല്ലെ. ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ഒരു വേർത്തിനെസ് ഉണ്ടാകുന്ന രീതി, യോഗ്യതയുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെ ജീവിതം നയിക്കാത്ത വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. എക്സലന്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ചതിനെ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ മോശപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ട് എന്താ പറയുക, ദൈവത്തിലൊന്നുമല്ല, ദൈവത്തെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ജീവിതമൊന്നുമല്ല നയിക്കുന്നത്. എന്നിട്ട് കൂടെ മറ്റുള്ളവരിൽ നിന്ന് നല്ല മികച്ചത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു മികച്ചത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താ, ഹിപ്പോക്രസി എന്നാ പറയുന്നല്ലേ. അതിന് എന്ന് വെച്ചാല് ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു രണ്ട് സ്വഭാവം കാണിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾക്ക് എങ്ങനെ വേണം ജീവിക്കാം, മറ്റുള്ളവരെല്ലാം നല്ല
നല്ലതായിരിക്കണം. മറ്റുള്ളവർക്ക് ഞാൻ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ രീതിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള ജീവിതശൈലിയല്ല. അതിന് ദൈവം അങ്ങനത്തുള്ള ജീവിതശൈലിയൊന്നും അപ്രൂവ് ചെയ്യുന്നില്ല, അല്ലെ? അംഗീകരിക്കുന്നില്ല. ദൈവം അഹങ്കാരികളെ അംഗീകരിക്കുന്നില്ല. എന്താ പറയാ, ദുർനടപ്പുകാരെ ഒന്നും അംഗീകരിക്കുന്നില്ല, അല്ലെ? പ്രൗഡുള്ള ആൾക്കാരെ ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എക്സലന്റ് ആയിട്ടുള്ള ജീവിതം നയിക്കുക. നമ്മളുടെ ജീവിത ശൈലി തന്നെ എക്സലന്റ് ആയിരിക്കും. അപ്പൊ എക്സലന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനി അതിനെപ്പറ്റി പറയുന്നത്, എക്സലന്റ് ആയിട്ടുള്ള ജീവിതം നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞു പക്ഷെ എന്താണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ജീവിതം? എന്താണ് എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന് കാര്യം മനസ്സിലാക്കുക, ഒരൊറ്റ വ്യക്തി മാത്രമേ എക്സലന്റ് ആയിട്ടുള്ളൂ. ഈ ലോകത്തിലും സ്വർഗത്തിലും ഒരൊറ്റ വ്യക്തി മാത്രമേ എക്സലന്റ് ആയിട്ടുള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു, അല്ലെ? യേശു അല്ലാതെ വേറെ ആരും എക്സലന്റ് ആയിട്ടുള്ള, ഏറ്റവും മികച്ചതായിട്ടുള്ള മഹിമയുള്ള ഒരു വ്യക്തി ഈ ലോകത്തില്ല. എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ, എത്രമാത്രം ദൈവങ്ങൾ പുറത്ത് സോക്കോൾഡ് ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യേശു അല്ലാതെ വേറെ ഒരാളും മഹിമയുള്ളവനോ, അല്ലെ? യേശു തന്നെയാണല്ലോ ഹോളി സ്പിരിറ്റും പിതാവും പുത്രനും ഒന്നാണ്. അപ്പൊ യേശു എന്ന് പറയുമ്പോൾ 3 പേരെയും പറ്റിയാണ് പറയുന്നത്, അല്ലെ? അപ്പൊ യേശു അല്ലാതെ വേറെ ആരുമില്ല എക്സലന്റ് ആയിട്ട്, മഹിമയുള്ളതായിട്ട്, അല്ലെ? എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ടുള്ളത് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ യേശുവും യേശുവിന്റെ വഴികളും യേശുവിന്റെ വർക്കും അതെല്ലാം എക്സലന്റ് ആണ്, അല്ലെ? അപ്പൊ അതെല്ലാം ഏറ്റവും മഹിമയുള്ള, ഏറ്റവും മികച്ചതാണ്. അപ്പൊ നമ്മള് യേശുവിന്റെ വർക്കും യേശുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളോ യേശുവിന്റെ വചനവും ഒന്നും അല്ല ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങള്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ മാത്രമേ എക്സലന്റ് ഉള്ളൂ. ബാക്കി പുറമേ വരുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിലുള്ള എന്തെന്ന് പറഞ്ഞാലും അതെല്ലാം എക്സലന്റ് അല്ല, അതെല്ലാം താഴെക്കട കിടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? യേശുവാണ് ഏറ്റവും മികച്ചത്, അതിനേക്കാളും കുറവുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ എത്രമാത്രം മികച്ചവരായെന്ന് പറഞ്ഞാൽ, എത്രമാത്രം മഹിമയുള്ള ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ, എത്രമാത്രം മികച്ചതായിട്ടുള്ള ജോലിയാന്ന് പറഞ്ഞാലും, കുടുംബ പാരമ്പര്യമാന്ന് പറഞ്ഞാലും, അല്ലെ? കുഞ്ഞുങ്ങള് ഭയങ്കര സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാലും, എന്താന്ന് പറഞ്ഞാലും യേശുവിന്റെ അത്രയും വരത്തില്ല ഒരു കാര്യം, അല്ലെ? അപ്പൊ നമ്മള് യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുക. അതാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി, അല്ലെ? അത് ദൈവത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കട്ടെ. നമ്മുടെ സാലറി ദൈവത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ, അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കരുത് അങ്ങനെയല്ലേ പറയുന്നത്. നമ്മുടെ ബില്ലുകളൊന്നും പേ ചെയ്യരുത് എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും യേശുക്രിസ്തുവിൽ ആയിരിക്കട്ടെ, അല്ലെ? നമ്മളുടെ കുഞ്ഞുങ്ങൾ അവര് വളർന്നു വരുമ്പോ അവര് വിദ്യാഭ്യാസം, അവർക്ക് കിട്ടുന്ന ജോലി, അതെല്ലാം ഗോസ്പിൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ യേശുവിലായിരിക്കാത്ത വ്യക്തികളെ യേശുവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അതൊരു എക്സലന്റ് ജീവിതമാണ്. നമ്മളുടെ ജീവിതം തന്നെ നമ്മൾ മാറ്റി മറിച്ചേ സാധിക്കത്തുള്ളൂ, അല്ലെ? ദൈവത്തിലായിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കണം, എങ്കിലേ മാത്രമേ സാധിക്കത്തുള്ളൂ. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തെ തന്നെ നമുക്കറിയാം, 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട്. നമ്മൾ ബാപ്റ്റിസം എടുത്ത സമയത്ത് യേശുവിന്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോ യേശുവിലേക്ക് വന്ന ഒരു പുതിയ ക്രിയേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുവിലുള്ളവരാണെങ്കിൽ, ബാപ്റ്റിസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ളവരാണെങ്കിൽ, യേശുവിൽ ആയിട്ടുള്ള ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്നതിനെ പറ്റിയാ പറയൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ്, അങ്ങനെ അല്ലാത്തവർക്ക് കാര്യമില്ലത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ള ഇത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, അല്ലെ? ദൈവത്തിന് മഹിമ വരുത്തുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രവർത്തിക്കുക, അല്ലെ? അതിലേക്ക് മാത്രം ഒരു ജീവിതം നയിക്കുക. അല്ലാതെ നമ്മള് യേശുവിൽ വിശ്വാസികളാണെന്നൊക്കെ പറയുകയും പിന്നെ ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിത ശൈലിയും നമ്മൾ നയിച്ചു പോവുകയാണെങ്കിൽ അത് ഒരിക്കൽ പോലും ഒരു നന്മയ്ക്കായിട്ട് തീരത്തില്ല. നമുക്കറിയാം, കൊരിന്ത്യ ചർച്ച് അവര് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്ന, അല്ലെ? ആത്മീയമായിട്ടുള്ള എന്താ പറയാ ഗിഫ്റ്റുകൾ, പ്രോഫസിയും അങ്ങനെ ഓരോ കാര്യം, ഹീലിംഗ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു
കൊരിന്ത്യരുടെ ഉള്ള ആൾക്കാർ. പക്ഷെ ആ ചർച്ചിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവരെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ അടിയും വഴക്കും സെക്ഷൽ ഇമ്മോറാലിറ്റിയും അല്ലെ, പിന്നെന്താ പറയണേ, ഡിവിഷനും, അങ്ങനെ ആ ചർച്ചിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ലെവലിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ കുറച്ചെങ്കിലൊക്കെ ചർച്ചിന്റെ അകത്ത് വഴക്കുണ്ട്, അടിയുണ്ട്, ബഹളമുണ്ട്, ഗോസിപ്പ് പറച്ചിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പലൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കുന്ന ചർച്ചുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. വെറുതെ ഒരു റിലീജിയൻ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച ഇപ്പൊ കാണുന്നു. പക്ഷെ ദൈവം അങ്ങനത്തെ ചർച്ചകളൊന്നും ദൈവം അപ്രൂവ് ചെയ്യുന്നില്ല. യേശുക്രിസ്തു അപ്രൂവ് ചെയ്യാത്ത ചർച്ചകളൊന്നും, യേശുക്രിസ്തു അംഗീകരിക്കാത്ത ചർച്ചകളൊന്നും യേശുക്രിസ്തു വരുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കത്തില്ല അല്ലെ. ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കണം എന്നാണ് ദൈവം നമ്മൾ പറഞ്ഞത്. ഇതേ കൊലോസ്യർക്ക് ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിൽ 5 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നത്: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മറവിപ്പിൻ. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മറവിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾക്ക് മുമ്പേ നടന്നു പോന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളയുവൻ അല്ലെ. നമ്മളുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ അത് നമ്മൾ ഉരിഞ്ഞു കളയേണ്ട കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ മരണത്തിലേക്ക് നമ്മൾ സ്നാനമേറ്റ സമയത്ത്, ബാപ്റ്റിസം എടുത്ത സമയത്ത് അവിടെ കഴിഞ്ഞു പോകേണ്ട കാര്യമാണ്. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ കഴിഞ്ഞു പോകാതെ പിന്നെയും നമ്മളത് കൂടെ കൊണ്ട് നടക്കുന്നു. അപ്പൊ ഇപ്പോൾ ഇവിടെ പറയും, അതല്ല നിങ്ങളുടെ പഴയ മനുഷ്യന്റെ, നിങ്ങളുടെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് അല്ലെ, എക്സലന്റ് ആയിട്ടുള്ള ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം അത് നയിക്കുന്നവരായിരിക്കട്ടെ. ഇതേ ചാപ്റ്ററിന്റെ കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്റർ 12 തൊട്ട് 15 വരെയായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായി സ്നേഹം ധരിക്കുന്നവരായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നമ്മൾ സമാധാന പ്രിയരായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതം വിശുദ്ധമുള്ളതായിരിക്കുമ്പോൾ, അപ്പൊ വിശുദ്ധിയുള്ളതിനെ മാത്രം തേടിയേ നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ വഴിയിൽ കൂടെ ഏതൊക്കെ മോശപ്പെട്ട രീതിയിലുള്ള വിശുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ വന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അപ്പൊ എക്സലന്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം പറയുമ്പോൾ, ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മികച്ച ഒരു ജീവൻ നമ്മൾ നയിക്കുന്നവരായിരിക്കാം അല്ലെ. മനസ്സ് അലിവുള്ളവരായിരിക്കാം. ദൈവം യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗത്തിരിക്കുമ്പോൾ ആ പിതാവിന്റെ സ്വഭാവത്തിലുള്ള, യേശുക്രിസ്തുവും പിതാവ് ഒന്നായിരിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള ജീവിതമായിരിക്കാം നമ്മൾ നയിക്കുന്നത്. ഉള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് മനസ്സലിവില്ലായിരുന്ന ഇന്ന് നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കത്തിലേക്ക് കേൾക്കത്തുള്ളൂ അല്ലെ. നമ്മളോട് നമ്മുടെ പാപങ്ങൾ നമ്മൾ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ നമ്മളെ അങ്ങനെ കൊന്നുകളയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട്, നമ്മളോടുള്ള അതിയായ സ്നേഹം കൊണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി പാപമായി തന്നെ നമ്മൾക്ക് വേണ്ടി മരിച്ചു. അപ്പൊ നമുക്ക് ക്ഷമയുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും, സൗമ്യതയുള്ളവരായിരിക്കാം, ദീർഘക്ഷമ ഉള്ളവരായിരിക്കാം, എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹമുള്ളവരായിരിക്കും അല്ലെ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. അപ്പൊ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞവരായിരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്യുന്നത് മൊത്തം എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെ. ആയിരിക്കാമെന്നല്ല, ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടേത് എന്നാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി വിചാരിക്കുന്നത്. സ്നേഹം, ഫിലിപ്പിയർക്ക് ലേഖനത്തില് പോൾ ഇതുപോലെ സ്നേഹം വളരെയധികം കവിയണം അല്ലെ. വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം നമ്മൾക്ക്. നമ്മുടെ ദൈവത്തോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് എന്താ പറയണേ, അയൽക്കാരൻ, നമ്മുടെ നെയ്ബേഴ്സിനെ നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മുടെ പിതാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ വിവേകം വേണം, ബുദ്ധിയും വേണം. ഏതാണ് നല്ലത് കാര്യം, ഏത് കാര്യമാണ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നത്, അത് മാത്രം നമ്മൾ അപ്രൂവ് ചെയ്യുന്ന വ്യക്തികളാട്ടെ. അല്ലാതെ കണ്ടതും കടിച്ചതും കാര്യങ്ങളെല്ലാം കയറി ഇടപെട്ട്
ഇഷ്ടപ്പെട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം അപ്രൂവും ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോയിട്ട് ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ നമ്മൾ. അതിനെപ്പറ്റിയാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് അല്ലെ. നല്ല വ്യക്തികളായിരിക്കട്ടെ, യേശുവിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം അല്ലെ. ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന. കർത്താവെ, സമയത്ത് നന്ദി പറഞ്ഞു കർത്താവെ. അങ്ങേനെ പോലെ ഒരു ദൈവമില്ല കർത്താവെ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഗോഡ്ലിനെസ്, നല്ലൊരു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് തന്നിരിക്കുന്നു. അങ്ങ് ഏറ്റവും പെട്ടെന്ന് വരുന്ന ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാത്രം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. കർത്താവ്, ഒരു ഒരു പേരുദോഷമൊന്നും കേൾപ്പിക്കാൻ കർത്താവ് അങ്ങയുടെ നാമത്തിന് ഗ്ലോറി കൊണ്ടുവരുന്ന രീതിയിലുള്ള മഹത്വം കൊണ്ടുവരുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം. താങ്ക് യു ജീസസ്. ഞങ്ങളെ കറക്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.